ഡാവിഞ്ചി നിങ്ങൾക്കറിയാം, ലിയനാർഡോ ഡാവിഞ്ചി അദ്ദേഹം ഒരു കലാകാരൻ മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ലൊരു എഞ്ചിനീയറായിരുന്നു അദ്ദേഹം. സങ്കീർണമായ ഒരുപാട് ഡ്രോയിങ്ങുകളും അതുപോലെ ശാസ്ത്രീയ നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ ഡാവിഞ്ചി. ഡാവിഞ്ചിയെ നമ്മളറിയുന്ന ഒരു ചിത്രകാരനായിട്ടാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കുകൾ പരിശോധിക്കുമ്പോൾ കാലത്തിന് മുന്നേ നടന്നൊരു ജീനിയസ് ആയിട്ടാണ് അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം വരച്ച് കോറിയിട്ട പല കാര്യങ്ങളും പിൽക്കാലത്ത് ലോകത്ത് യാഥാർത്ഥ്യമായി ഭവിച്ചു. അതിലൊന്നാണ് ഈ വിമാനം എന്ന് പറയുന്ന സാധനം. വിമാനം വരുന്നതിന് 400 കൊല്ലങ്ങൾക്ക് മുമ്പ് എയ്റോ ഡൈനാമിക് തത്വങ്ങൾ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു ഈ ഡാവിഞ്ചി. ആ കണ്ടെത്തലുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് സാക്ഷാത്കരിച്ചില്ല, അദ്ദേഹത്തിനൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല. പക്ഷേ ഏതാണ്ട് 4 നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ആൾക്കാർ അദ്ദേഹം നടത്തിയ ചില കോറിയിട്ട ചില പരീക്ഷണങ്ങൾ, പുതിയ വ്യോമയാന പരീക്ഷണങ്ങൾക്ക് തുടക്കം വിട്ടു. അങ്ങനെ അത് അവസാനം വിമാനത്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കും നയിച്ചു എന്നാണ് പറയുന്നത്. പഠനം, ജീവിതം എന്ന് പറഞ്ഞാൽ കലാപ്രവർത്തനം മാത്രമല്ല, ഒരു എഞ്ചിനീയറിംഗ് മനസ്സുകൂടി വേണ്ട ഒരാളിന് പ്രതിഭ പ്രകടിപ്പിക്കുന്ന അവസരം കൂടിയായി അദ്ദേഹം കണ്ടു. പഠനം ഒരാളെ ക്ഷീണിപ്പിക്കുന്നില്ല എന്നായിരുന്നു ഡാവിഞ്ചിയുടെ വിശ്വാസം. നമ്മുടെ ജീവിതത്തിലുടനീളം പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ ജീവനാന്തം നമ്മൾ വിദ്യാർത്ഥിയായിരിക്കണം. നമുക്കും ഡാവിഞ്ചിയുടെ പിന്നാലെ സഞ്ചരിക്കാം. നമ്മളൊരു പക്ഷേ നമ്മുടെ ജീവിതകാലത്ത് ഉണ്ടാക്കാൻ കഴിയാത്ത ചില സ്വപ്ന സാക്ഷാത്കാരം പിന്നീട് ഉണ്ടായിക്കോളും എന്ന ശുഭചിന്തയോടെ ഡാവിഞ്ചിയെ നമുക്ക് ഓർമ്മിക്കാം.